ഹലോ മൈ അമീഗോസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്രഷ് വീഡിയോ. ഇന്ന് നമ്മൾ ക്യൂട്ടിയുടെ തേർഡ് മൊഡ്യൂളായ യൂണിവേരിയേറ്റ് ഡേറ്റ അനലൈസിസ് 1 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മളൊരു ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റും ഫോർമുലാസുമാണ് നോക്കുന്നത്. ആദ്യം ഈ ഫോർമുലാസ് ബൈ ഹാർട്ട് നിങ്ങൾ പഠിക്കണം, അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും പഠിക്കാം. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഈ പ്രോബ്ലംസിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുലാസ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ക്യൂട്ടിയുടെ വേറെ മൊഡ്യൂൾസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ ഫോർ റെഗുലർ അപ്ഡേറ്റ്സ്. അപ്പോൾ നമുക്കിനി പഠിക്കാം. ആദ്യം തന്നെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസിൻ്റെ സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നത്. ഇതിനെ നമുക്ക് ആവറേജ് ഓഫ് ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ മെഷർ ഓഫ് സെൻട്രൽ ലൊക്കേഷൻ എന്നും പറയാം. ഇനി ആവറേജ് എന്നാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ആണ് ആവറേജ്. ഇനി നെക്സ്റ്റ് ഒരു ഗുഡ് ആവറേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്നത് നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വണ്ണോ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. തേർഡ് എന്നത് ഇത് ബേസ് ചെയ്യുന്നത് ഈ സീരീസിൻ്റെ ഒബ്സർവേഷനെയാണ്. ഫോർത്ത് വണ്ണിൽ പറയുന്നത് ഇത് കഴിഞ്ഞുള്ള ഓൾജിബ്രിക് ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ആവറേജിന്. ഫിഫ്ത്ത് വണ്ണിൽ പറയുന്നതോ റിലേറ്റീവ് സ്റ്റഡി ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കും ആവറേജ്. ഇനി നെക്സ്റ്റ് ആണ് ആവറേജ് എന്ന കൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡേറ്റയുടെ കോംപ്ലക്സിറ്റിനെ സിംപ്ലിഫൈ ചെയ്യും. സെക്കൻഡ് വണ്ണിൽ പറയുന്നതോ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ആവറേജ്. തേർഡ് വണ്ണോ ഒരു സാമ്പിളിൻ്റെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വണ്ണിൽ പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത് വണ്ണിൽ പറയുന്നതോ ഡിഫറെൻറ്റ് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആവറേജിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണിൽ പറയുന്നത് ചിലപ്പോൾ ഈ സീരീസ് ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു ഫിഗർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് വണ്ണിൽ പറയുന്നത് ചിലപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള റിസൾട്ട്സിലേക്കായിരിക്കും നമ്മളെ ഇതിൽ ലീഡ് ചെയ്യുന്നത്. തേർഡ് വണ്ണിൽ പറയുന്നതോ ഡിഫറെൻറ്റ് റിസൾട്ട്സ് ആയിരിക്കും നമുക്കിത് തരുന്നത്. ഫോർത്ത് വണ്ണിൽ പറയുന്നത് ഈ ഫിനോമിനൻ്റെ എൻറ്റയർ സ്റ്റോറി റിവീൽ ചെയ്യണമെന്നില്ല. ഫിഫ്ത്ത് വണ്ണിൽ പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഐറ്റത്തിന് മാത്രം എന്നൊരു സിമ്പതിയും ഇവിടെ ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് ആവറേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ആവറേജ് എന്ന കൺസെപ്റ്റിലൂടെ ഹോൾ ഗ്രൂപ്പിൻ്റെ ഒരു പിക്ചർ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സെക്കൻഡ് വണ്ണിൽ പറയുന്നത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഡേറ്റയുടെ ഇടയിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തേർഡ് വണ്ണിൽ പറയുന്നതോ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനും നമുക്ക് ഒരു വാല്യൂബിൾ ആയിട്ടുള്ളൊരു ടൂളാണ് ഈ ആവറേജ് എന്ന കൺസെപ്റ്റ്. ഫോർത്ത് വണ്ണിൽ പറയുന്നത് കുറേ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഒരു ബേസിക് ആണിത്. ഫിഫ്ത്ത് വണ്ണിൽ പറയുന്നതോ ഡിസിഷൻ മേക്കിങ്ങിൽ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഈ ആവറേജ് എന്ന കൺസെപ്റ്റിന് എത്ര ടൈപ്സ് ആണെന്ന്. ഇവിടെ 3 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ മാത്തമാറ്റിക് ആവറേജ്, സെക്കൻഡ് വൺ പൊസിഷണൽ ആവറേജ് ആൻഡ് തേർഡ് വൺ ആണ് മിസ്ലേനിയസ് ആവറേജ്. ഈ 3 ക്ലാസിഫിക്കേഷനും അതിൻ്റേതായ സബ് ക്ലാസിഫിക്കേഷനും ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് 2 ക്ലാസിഫിക്കേഷൻ്റെ സബ് ടോപ്പിക്സും അതിൻ്റെ ഫോർമുലാസുമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ക്ലിയർ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി ആ ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അതായത് മാത്തമാറ്റിക്കൽ ആവറേജസിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അരിത്തമെറ്റിക് ആവറേജ് ഓർ മീന്, ജോമെട്രിക് മീനും ഹാർമോണിക് മീനും. നമുക്ക് ആദ്യം അരിത്തമെറ്റിക് ആവറേജ് മീൻ എന്താണെന്നും അതിൻ്റെ ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരിത്തമെറ്റിക് മീൻ എന്നാൽ ഈ വേരിയബിളിൻ്റെ വാല്യൂസ് ഇല്ലേ, ഈ വാല്യൂസിനെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്ര ടൈംസ് ആണ് ഈ ഒബ്സർവേഷൻ നടന്നിരിക്കുന്നതെന്ന് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അരിത്തമെറ്റിക് മീൻ കിട്ടുന്നത്. ഈ അരിത്തമെറ്റിക് മീനാണ് ഈ ബാക്കിയുള്ള എല്ലാ ടൈപ്സ് ഓഫ് മീനിനെക്കാട്ടും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. അരിത്തമെറ്റിക് മീനിൽ നമ്മൾ 3 കേസസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കേസാണ് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ, സെക്കൻഡ് കേസാണ് ഡിസ്ക്രീറ്റ് സീരീസും, തേർഡ് കേസാണ് കണ്ടിന്യൂസ് സീരീസും. നമുക്ക് ആദ്യം ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ ഫോർമുലാസ് എന്തൊക്കെയാണെന്നും അത് എത്ര ടൈപ്പാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനെ നമുക്ക് 2 ടൈപ്പിൽ കണ്ടുപിടിക്കാം. ഡയറക്റ്റ് മെത്തേഡിലും ഷോർട്ട് കട്ട് മെത്തേഡിലും. ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമുലയാണ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഇവിടെ സിഗ്മ എക്സ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഈ എല്ലാ വേരിയബിൾസിൻ്റെയും ടോട്ടലാണ് സിഗ്മ എക്സ്, അതായത് x1 + x2 + x3 അങ്ങനെ എക്സെട്ര. ഇനി എൻ എന്നത് എത്ര ടൈംസ് ആണ് ഈ എല്ലാ, നമുക്കിപ്പോൾ ഒരു 10 ഒബ്സർവേഷനാണ് തന്നിട്ടുണ്ടെങ്കിൽ എൻ എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. ഇനി സെക്കൻഡ് മെത്തേഡാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഫോർമുലയാണ് എക്സ് ബാർ ഈക്വൽ ടു a + സിഗ്മ ഡി
ബൈ എൻ. ഇവിടെ എ എന്നത് ഒരു അസ്യൂംഡ് മീൻ ആണ്. അതായത് ഈ വേരിയബിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ, ആ വേരിയബിൾസ് ഏകദേശം ഒരു മിഡിൽ നിന്നുള്ളൊരു വാല്യൂ ആണ് നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡി എന്നത് ഒരു ഡീവിയേഷൻ ആണ്. ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ വേരിയബിൾസ്, അതായത് എക്സ് മൈനസ് അസ്യൂംഡ് മീൻ ആണ്. അപ്പോൾ നമുക്ക് ഡീവിയേഷൻ കിട്ടും. ഇനി സിഗ്മ ഡി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഡീവിയേഷനും കണ്ടുപിടിച്ചിട്ട് എല്ലാത്തിനും ടോട്ടലാണ് ഡീവിയേഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതാണ് ഷോർട്ട് കട്ടിൽ ഓരോ വേരിയബിൾസിൻ്റെയും എക്സ്പാൻഷൻ. നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നമ്മൾ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ഇത് മനസ്സിലാവുന്നത്. ആദ്യം നമുക്ക് ഫോർമുലാസ് പഠിച്ചു വെച്ചാൽ മാത്രമേ എല്ലാ പ്രോബ്ലംസും ക്ലിയർ ആയിട്ടും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ഫോർമുലാസ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സെക്കൻഡ് കേസിലേക്ക് ഇനി പോവാം. ഡിസ്ക്രീറ്റ് സീരീസ് ആണ് സെക്കൻഡ് കേസിൽ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാൻ ഒരു മെത്തേഡുണ്ട്, കമ്പയർ ചെയ്ത് പഠിക്കാം. അതായത് ഇൻഡിവിജ്വൽ ഒബ്സർവേഷനും ഡിസ്ക്രീറ്റ് സീരീസും എങ്ങനെയൊക്കെയാണ് ഡിഫറെൻ്റ് ആവുന്നതെന്നൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് മെത്തേഡാണ് ഉള്ളത്, ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡിലെ ഫോർമുലയാണ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. ഇവിടെ എഫ് എന്നത് ഫ്രീക്വൻസിയാണ്. ഡിസ്ക്രീറ്റ് സീരീസിലും ഇൻഡിവിജ്വൽ ഒബ്സർവേഷനും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിസ്ക്രീറ്റ് സീരീസിൽ ഫ്രീക്വൻസിയും വേരിയബിളും ഉണ്ടാവും. പക്ഷേ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിലോ വേരിയബിൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഇൻഡിവിജ്വൽ ഒബ്സർവേഷനും ഡിസ്ക്രീറ്റ് സീരീസിലും ക്ലാസ് ഇൻ്റർവെൽസ് ഉണ്ടാവില്ല. പക്ഷേ കണ്ടിന്യൂസ് സീരീസിൽ ക്ലാസ് ഇൻ്റർവെൽസ് ഉണ്ടാവും. ഇത് മൂന്നെണ്ണത്തിലും ഡിഫറെൻ്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. സെക്കൻഡ് മെത്തേഡിലാണ്, ഷോർട്ട് കട്ട് മെത്തേഡിലെ ഫോർമുലയാണ് നമ്മൾ നോക്കേണ്ടത്. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. ഇവിടെ സിഗ്മ എഫ് ഡി എന്നത് എഫ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുമല്ലോ, ഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് എഫും ഡിയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കോളത്തിൽ നമ്മൾ എഫ് ഡി എന്ന് എഴുതും. ഈ എഫ് ഡി മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സിഗ്മ എഫ് ഡി എന്ന് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് തേർഡ് കേസിലേക്ക് നോക്കാം. കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ ഫ്രീക്വൻസീസ് ഉണ്ടാവും, ക്ലാസ് ഇൻ്റർവെൽസ് ഉണ്ടാവും, വേരിയബിൾസും ഉണ്ടാവും. ഇനി കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് 3 മെത്തേഡിലാണ് നോക്കേണ്ടത്. ഡയറക്റ്റ് മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഇതിലെ ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡിലെയും ഫോർമുലാസ് നമ്മുടെ ഡിസ്ക്രീറ്റ് സീരീസിലെ ഫോർമുലാസുമായിട്ട് സെയിം ആണ്. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ട ആപ്പാട് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് മാത്രമാണ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലെ ഫോർമുലയാണ് എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. ഇവിടെ സിഗ്മ എഫ് ഡി ഡാഷ് നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ നമ്മൾ നോക്കിയിരുന്നത് സിഗ്മ എഫ് ഡി അല്ലായിരുന്നു. ഇവിടെ ഡി ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡി കണ്ടുപിടിക്കണം, എന്നിട്ട് ഡി ബൈ സി. ഇവിടെ സി എന്നത് ഒരു കോമൺ ഫാക്ടർ, അതായത് ഈ ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് വെച്ചാൽ ഈ 0 to 10, 10 to 20, ഇവിടെ ഡിഫറൻസ് വരുന്നത് എങ്ങനെയാണ്, 10 മാത്രമല്ലേ. അപ്പോൾ അതാണ് സി. അപ്പോൾ ഈ ഡി ബൈ സി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഡി ഡാഷ് കിട്ടും. ഈ ഡി ഡാഷ് ഇൻറ്റു ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എഫ് ഡി ഡാഷ് കിട്ടുന്നത്. ഈ എഫ് ഡി ഡാഷിൻ്റെ ടോട്ടലാണ് സിഗ്മ എഫ് ഡി ഡാഷ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഫോർമുല മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ അരിത്തമെറ്റിക് ആവറേജിൻ്റെ 3 ടൈപ്പ് ഏതൊക്കെയാണെന്നും അതിലെ ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് വെയ്റ്റഡ് അരിത്തമെറ്റിക് ആവറേജ് എന്താണെന്ന് നോക്കാം. അരിത്തമെറ്റിക് ആവറേജ് എന്നതോ എല്ലാ ഐറ്റംസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ വെയ്റ്റഡ് അരിത്തമെറ്റിക് ആവറേജ് എടുക്കുന്നത്. ഈ വെയ്റ്റഡ് അരിത്തമെറ്റിക് ആവറേജിൻ്റെ ഫോർമുല എന്നത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ് ബൈ സിഗ്മ ഡബ്ല്യു. ഇവിടെ ഡബ്ല്യു എന്നത് വെയ്റ്റ് ആണ്, എക്സ് എന്നതോ സൈസ് ഓഫ് വേരിയബിളും ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജോമെട്രിക് മീൻ ആണ്. ഒരു എൻ എന്നൊരു പ്രോഡക്റ്റിൻ്റെ nth റൂട്ടാണ് നമ്മൾ ജോമെട്രിക് മീനിലൂടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഞാൻ ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെയും കണ്ടിന്യൂസ് സീരീസിൻ്റെയും ഫോർമുല ആട്ടോ സെയിം. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ ഫോർമുല വേറെയാണ്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ ഫോർമുല എന്നത് ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് എക്സ് ബൈ എൻ ആണ്. ഡിസ്ക്രീറ്റ് സീരീസിൻ്റെയും കണ്ടിന്യൂസ് സീരീസിൻ്റെയും ഫോർമുലയാണ് ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ എഫ് ലോഗ് എക്സ് ബൈ എൻ എന്ന്. ഈ ആൻറ്റി ലോഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതും ലോഗ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും ഞാൻ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അരിത്തമെറ്റിക് മീനിലെ ഫോർമുലാസും അതുപോലെ തന്നെ ജിയോമെട്രിക് മീനിലെ ഫോർമുലാസും എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് തേർഡ് മെത്തേഡ്, അതായത് ഹാർമോണിക് മീനിൽ ഏതൊക്കെ ഫോർമുലാസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹാർമോണിക് മീൻ എന്നത് അരിത്തമെറ്റിക് ആവറേജിൻ്റെ റെസിപ്രോക്കൽസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഡിസ്ക്രീറ്റ് സീരീസിനെയും കണ്ടിന്യൂസ് സീരീസിനെയും ഫോർമുലാസ് ഇവിടെയും സെയിം ആണ്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ മാത്രമാണ് നമ്മൾ ഒരു ചെറിയൊരു ഡിഫറൻറ്റ് വരുന്നത്. ഹാർമോണിക് മീൻ എന്നത് n ബൈ
സിഗ്മ 1/x എന്ന്. ഇവിടെ എന്തുകൊണ്ടാണെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വേരിയബിൾസ് മാത്രം ഉള്ളത് കൊണ്ടാണ് ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് മാത്തമാറ്റിക്കൽ ആവറേജസിലെ 3 സബ് ക്ലാസിഫിക്കേഷൻ്റെയും ഫോർമുലാസ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, അതായത് പൊസിഷണൽ ആവറേജസിൻ്റെ സബ് ക്ലാസിഫിക്കേഷനും അതിൻ്റെ ഫോർമുലാസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 ക്ലാസിഫിക്കേഷൻ എന്നത് മീഡിയൻ, മോഡും, ക്വാർട്ടൈൽസ്, ഡിസൈൽസ് ആൻഡ് പെർസെൻറ്റൈൽസും ആണ്. ഇനി ഇതിൻ്റെ ഫോർമുലാസ് നമുക്ക് നോക്കിയിട്ട് വരാം. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ മീഡിയൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മീഡിയൻ എന്നാൽ എന്താണ്? ഇപ്പോൾ ഒരു നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. ഈ ഒബ്സർവേഷനെ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ എഴുതും. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ വാല്യൂവിനെ നമ്മൾ കണ്ടുപിടിക്കും. ഈ മിഡിൽ വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ഇവിടെ മീഡിയൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 3 മെത്തേഡ്സ് ഉണ്ട്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസും. ഇവിടെ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെയും ഡിസ്ക്രീറ്റ് സീരീസിൻ്റെയും ഫോർമുല സെയിം തന്നെയാണ്, n+1/2 ദ ഐറ്റം. ഇവിടെ ഇൻഡിവിജ്വൽ ഒബ്സർവേഷനിൽ നമുക്കിപ്പോൾ ഒരു ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കതിൻ്റെ മീഡിയൻ കിട്ടുമ്പോൾ നമുക്കതിൽ ഒരു ഡെസിമൽ വാല്യൂസും ഉണ്ടാവില്ല, അതായത് ഒരു ഹോൾ നമ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിലോ മീഡിയനിൽ നമുക്ക് ഡെസിമൽ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതിലൂടെ നമുക്ക് ആൻസർ കറക്റ്റ് ആണോ അല്ലയോ നമുക്ക് നോക്കാൻ പറ്റും. ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി കണ്ടിന്യൂസ് സീരീസിലെ ഫോർമുല ആണ് m=L1 + n/2 - CF/F × C. ഇവിടെ CF എന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്, C എന്നത് കോമൺ ഫാക്ടറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ഇൻ്റർവെലിൻ്റെ ഡിഫറൻസ്. ഇവിടെ L1 എന്നത് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. ഒരു മീഡിയൻ ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടാവില്ല, അതിൽ ലോവർ ആയിട്ടുള്ള നമ്പർ ഏതാണോ അതാണ് നമ്മൾ L1 ആയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ, അതായത് മോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. മോഡ് എന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഒക്കറാവുന്ന വാല്യൂ ഏതാണോ അത് കണ്ടുപിടിക്കുന്നതാണ് മോഡിലൂടെ നമ്മൾ. ഇവിടെ മോഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ, ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ആണ് ഉള്ളത്. ഇവിടെ ആദ്യം ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ്റെ ഫോർമുലയാണ് മോഡ് = 3 മീഡിയൻ - 2 മീൻ. ഇവിടെ മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ 2 എണ്ണം, ഒരേ ക്വസ്റ്റ്യന് തന്നെ 2 എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ടാണ് നമ്മൾ മോഡ് കണ്ടുപിടിക്കുന്നത്. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഇനി സെക്കൻഡ് മെത്തേഡ് ആണെങ്കിലോ ഡിസ്ക്രീറ്റ് സീരീസിൽ ഇവിടെ നമുക്ക് ഫ്രീക്വൻസിയും കൂടി തന്നിട്ടില്ലേ, അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസിയിൽ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണോ അതിൻ്റെ കറസ്പോണ്ട് ആയിട്ടുള്ള വേരിയബിൾ ആണ് ഇവിടുത്തെ മോഡ്. ഇതിൻ്റെ കൂടെ തന്നെ ഗ്രൂപ്പിംഗ് മെത്തേഡും കൂടി പറയുന്നുണ്ട്. ഗ്രൂപ്പിംഗ് മെത്തേഡ് ഈ ഫോർമുല ആയിട്ട് റിലേറ്റഡ് അല്ല, അത് ടാബുലർ ഫോം തന്നെ വരച്ച് നമുക്ക് ഡിഫറൻസ് ഒക്കെയാണ് എടുക്കേണ്ടത്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് തരാം. നെക്സ്റ്റ് മെത്തേഡാണ് കണ്ടിന്യൂസ് സീരീസ്. ഇവിടെ ഒരു ഫോർമുല ഉണ്ട്, പക്ഷേ ആദ്യം നമ്മൾ ഗ്രൂപ്പിംഗ് മെത്തേഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അനലൈസിസ് ടേബിൾ വരയ്ക്കണം, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് മോഡ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഫോർമുല എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ മോഡ് കണ്ടുപിടിക്കുന്നത് L1 + F1 - F0 / 2F1 - F0 - F2 × C ആണ് ഈ ഒരു കണ്ടിന്യൂസ് സീരീസിൻ്റെ ഫോർമുല. ഇവിടെ L1 എന്ന ഈ ഒരു ക്ലാസിൻ്റെ ലോവർ ലിമിറ്റാണ്. F1 നമ്മൾ ഫ്രീക്വൻസി അനലൈസിസ് ടേബിളിലൂടെ നമുക്ക് അവസാനം കിട്ടും. ഈ ഫ്രീക്വൻസിയാണ് F1. ഈ ഫ്രീക്വൻസിയുടെ തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസിയാണ് F0യും തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസിയാണ് F2. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പാർട്ടീഷൻ വാല്യൂസ് നമ്മൾ എന്താണെന്ന് നോക്കുന്നത്. ഈ പാർട്ടീഷൻ വാല്യൂസിലാണ് ക്വാർട്ടൈൽസ് എന്താണെന്നും ഡിസൈൽസ് എന്താണെന്നും പെർസെൻറ്റൈൽസ് എന്താണെന്നും നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ ഫോർമുലാസാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ക്വാർട്ടൈൽസ് എന്താണെന്ന്. ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോഴാണ് ക്വാർട്ടൈൽസ് എന്നൊരു പേര് വന്നത്. ഇതിൻ്റെ ഫോർമുലയാണ്, ഇപ്പോൾ ഒരു ക്വാർട്ടൈലിൻ്റെ നോക്കുകയാണെങ്കിൽ Q1 = n+1/4 ഐറ്റം വരും. Q2 സെക്കൻഡ് ക്വാർട്ടൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 × n+1/4 ഐറ്റമാണ് വരുന്നത്. ക്വാർട്ടൈലാണോ നിങ്ങൾ നോക്കുന്നത്, ആ നമ്പറാണ് ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് അതേ ഇൻറ്റു n+1/4 ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ക്വാർട്ടൈൽ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഡിസൈൽസ് എന്താണെന്ന് നോക്കാം. ഡിസൈൽ എന്ന് പറഞ്ഞാൽ വാല്യൂവിനെ നമ്മൾ 10 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്വാർട്ടൈലിൽ എടുത്തിരിക്കുന്ന പോലെ തന്നെയാണ്, പക്ഷേ ആ ഡിനോമിനേറ്ററിലെ വാല്യൂ മാത്രം ഒരു ചേഞ്ച് വരുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. ഡിസൈൽസിൽ D1 = n+1/10 ഐറ്റം വരും. D2 ആണെങ്കിലോ സെക്കൻഡ് ഡിസൈൽ അല്ലേ, അപ്പോൾ ആ സെക്കൻഡ് നമ്പർ എടുക്കുക, 2 എഴുതും. ഈ 2 × 1/10 ഐറ്റം. ഇപ്പോൾ D3 എന്നായിരുന്നെങ്കിലോ
3 ഇൻറ്റു n പ്ലസ് 1/10th ഐറ്റം അങ്ങനെ പോകും. ഇനി നെക്സ്റ്റ് വൺ ആണ് പെർസെൻറ്റൈൽസ്. പെർസെൻറ്റൈൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ വാല്യൂവിനെ നമുക്ക് 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിനെ പെർസെൻറ്റൈൽസ് എന്ന് പറയാം. നമുക്കിവിടെ P99 വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പെർസെൻറ്റൈൽസിൻ്റെ ഫോമുലയാണ് P1 is equal to n plus 1/100. ഇപ്പോൾ P2 ആണെങ്കിലോ 2 ഇൻറ്റു n പ്ലസ് 1/100. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് നമ്പറാണോ എടുക്കുന്നത് അത് ഇൻറ്റു n പ്ലസ് 1/100 ആണ്. ഇപ്പോൾ P99 ആയിരുന്നെങ്കിലോ 99 ഇൻറ്റു n പ്ലസ് 1/100 അങ്ങനെ പോകും. ഇപ്പം നിങ്ങൾക്ക് ഈ സെക്കൻഡ് കാറ്റഗറിയിലെ സബ് ക്ലാസിഫിക്കേഷൻ്റെ ഫോമുലാസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് തേർഡ് കാറ്റഗറി, അതായത് മിസ്സലേനിയസ് ആവറേജസിൻ്റെ 3 സബ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. മൂവിങ് ആവറേജ്, പ്രോഗ്രസീവ് ആവറേജും കോമ്പോസിറ്റ് ആവറേജും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂളിൽ പറയുന്നില്ല. അപ്പം ഈ 2 കാറ്റഗറീസിലാണ് നമ്മൾ ശരിക്കും ഫോമുലാസ് ഫുള്ള് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ഫോമുലാസും കൺസെപ്റ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടി ഇത് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻസും മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ, സീ യു ഗൈസ്.